Yeah. Okay. അപ്പം ഇക്വേഷൻ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പ്രഷൻ പഠിച്ചായിരുന്നു. അപ്പോൾ എക്സ്പ്രഷനിൽ തന്നെ നമ്പേഴ്സ്, വേരിയബിൾസ്, കോൺസ്റ്റൻസ് ഉണ്ട്. നമ്പേഴ്സും വേരിയബിൾസും ഉണ്ട്. അപ്പം അതിൽ ഈസ് ഈക്വൽ ടു കൂടെ വരികയാണെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആൻ ഇക്വേഷൻ. ഫോർ എക്സാമ്പിൾ 2x ഇസ് ഈക്വൽ ടു 100, അല്ലെങ്കിൽ 5y പ്ലസ് 3 ഇസ് ഈക്വൽ ടു 40, 7z is equal to 3, 7z is equal to 35, അല്ലെങ്കിൽ 2x plus y is equal to 3. സോ അപ്പോൾ നമുക്ക് ഈസ് ഈക്വൽ ടു സൈൻ വരുന്ന എക്സ്പ്രഷൻസിലൊക്കെ നമ്മൾ അതിനെ ഈക്വേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, വി വിൽ സേ ഇറ്റ് ഇസ് ഈക്വേഷൻ. ഇപ്പൊ ഈക്വേഷനിൽ എക്സാമ്പിൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞത് സൊല്യൂഷൻ ഓഫ് എൻ ഇക്വേഷൻ, സൊല്യൂഷൻ ഓഫ് എൻ ഇക്വേഷൻ. അപ്പൊ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, ഇപ്പം എക്സ് പ്ലസ് 4, ഇതൊരു എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 10 അല്ലേ. അപ്പം എക്സിന്റെ പ്ലേസിൽ ഏത് വാല്യൂ ഉണ്ടായാൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും? 6 അല്ലേ. 4ന്റെ കൂടെ 6 ആഡ് ചെയ്താൽ നമുക്ക് 10 കിട്ടും. അതായത് 6 പ്ലസ് 4 ഇസ് 10. അതായത് എക്സിന്റെ പ്ലേസിൽ 6 ഇടുകയാണെങ്കിൽ, ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 6, then the equation is correct. x plus 4 നിങ്ങൾക്ക് 10 കിട്ടും. x plus 4 is equal to 10. അപ്പൊ ഇതാണ് സൊല്യൂഷൻ ടു ദ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം x equal to 6 is the solution of the equation x plus 4 equal to 10. X is equal to 6 is the solution. Above the value of the variable which satisfies the equation is called solution. But if x ne pagaram 6 idukaanengil equation satisfy avum. Okay, equation correct aayittu varum. X ne pagaram 6 idukaanengil equation correct aayittu varum. 6 plus 4 is equal to 10. From that value, x നുള്ള ആ വാല്യൂ ആണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ x equal to 6 is the solution. അപ്പോൾ വേറെ എക്സാമ്പിൾ തരികയാണെങ്കിൽ okay, 7 plus y is equal to 11. അപ്പോൾ y ന്റെ പ്ലേസിൽ ഏത് വാല്യൂ ഇട്ടാൽ നമുക്ക് ഇത് സാറ്റിസ്ഫൈ ആവും, കറക്റ്റ് ആയിട്ട് കിട്ടും? 7 plus 4. അപ്പോൾ y ന്റെ പ്ലേസിൽ 4, ദാറ്റ് ഈസ് y is equal to 4 ഇടുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് 7 plus 4 is equal to 11 കിട്ടും. അപ്പം y is equal to 4 satisfies the equation 7 plus y equal to 11. So y is equal to 4 satisfies the equation. അപ്പം y equal to 4 ആണ് സൊല്യൂഷൻ. y is equal to 4 is the solution of 7 plus y equal to 11. അപ്പം ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ ആ വേരിയബിളിന് ഏത് വാല്യൂ ഇടുമ്പോൾ നമുക്ക് ആ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ, സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ, അതാണ് solution to the equation. Okay, I'll give you some more examples. Then p minus 4 is equal to 15. So p the value എന്തുവാ? 11. Yeah, but p is equal to 11 is the solution. P is equal to 11 19 teacher. Yeah. Teacher 19. Yeah. That's right. P is equal to 19. So 19 ഇടുകയാണെങ്കിൽ ഇവിടെ 19 ഇടുകയാണെങ്കിൽ very good. 19 ഇടുകയാണെങ്കിൽ 19 minus 4 is 15. 19 minus 4 is 15. അത് എങ്ങനെ ഫൈൻ ചെയ്യണം വെച്ചാൽ ഇവിടെ സബ്ട്രാക്ഷൻ ആയാൽ നിങ്ങൾ ഈ 4നെ 15ന്റെ കൂടെ ആഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ വാല്യൂ കിട്ടും. സപ്പോസ് p plus 4 is equal to 15 എന്ന് വെച്ചാൽ ഈ 15ന്റെ കൂടെ ഈ 4നെ സബ്ട്രാക്ട് ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് p. ഓക്കെ, ഇവിടെ സബ്ട്രാക്ഷൻ ആയാൽ നിങ്ങൾ 15ന്റെ കൂടെ അതിനെ ആഡ് ചെയ്ത് നോക്ക്. ഇവിടെ മീൻ ലൈക്ക് അഡിഷൻ ആയാൽ യു സബ്ട്രാക്ട് 15 മൈനസ് 4 11 അല്ലേ. അപ്പോൾ p is equal to 11 ആണ്. 11 ഇടുകയാണെങ്കിൽ ഇറ്റ് ഈസ് what 11 plus 4 is 15. You will get the answer. And then 20 minus x is 10.
But what is the answer for x? Okay, this is different one. Wait a second. X minus 20 is equal to 10. അപ്പൊ ഏത് നമ്പറിന്റെ കൂടെ 10. ഏത് X is equal to 10. 30 minus 20 അല്ലേ 30 minus 20 അല്ലേ 30. അപ്പം x ന്റെ വാല്യൂ 30. So you have to subtract 30 minus 20 gives 10. അപ്പം സൊല്യൂഷൻ എന്തുവാ x equal to 30 and then 4x minus 4 is 2. അപ്പോൾ ഏത് നമ്പർ minus 4 will give 2? 6 minus 4 അല്ലേ? ഇത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നിങ്ങൾ ആലോചിച്ച് തന്നെ പറയണം. ഇപ്പോൾ 1 ഇട്ടാൽ കിട്ടത്തില്ല. 4 ഇടുകയാണെങ്കിൽ 4 മൈനസ് 4 0. 5 മൈനസ് 4 എന്തുവാ 1 ആണ്. അപ്പൊ 6 മൈനസ് 4 ആയ 2. 6 മൈനസ് 4 ആയ 2. അപ്പൊ എക്സിന്റെ വാല്യൂ എന്തുവാ 6. അപ്പൊ 6 ആണ് സൊല്യൂഷൻ. അപ്പൊ 6 ആണ് സൊല്യൂഷൻ ടു ദ ഇക്വേഷൻ. Then x plus 10 is 30. അപ്പൊ ഏതിന്റെ കൂടെ 10 ആഡ് ചെയ്താൽ 30 കിട്ടും? ഏതിന്റെ കൂടെ 10 ആഡ് ചെയ്താൽ 30 കിട്ടും? 20. Yeah. 20. 20 plus 10 is 30. So x equal to 20 is the solution. And then, okay, 5a is equal to 25. 5a is equal to 25. 5a എന്ന് വെച്ചാൽ 5 into a അല്ലേ? 5a എന്ന് വെച്ചാൽ 5 into. അപ്പം 5ന്റെ 5 കൂടെ into 5. Yeah, 5 very into good. 5. 5 into 5 is 25. So a the value എന്തുവാ 5. So a equal to 5 is the solution. A equal to 5 is the solution. Now 3n is equal to 21. 3 into what will be 21? 7. N Yeah. value 3, equal to 7. Yeah, n is equal to 7. Yeah, okay. N is equal to 7 is the solution. N is equal to 7 is the solution. And then now, t by 5 is equal to 4. Some number divided by 5 will be 4. But you have to say the answer. 20. 20. 20 divided by 5. Our fifth 20. table 4 times പറഞ്ഞു നോക്കിയാൽ മതി. Okay, that's right. 20 by 5 ആണ് 4. 20 by, so t is equal to 20. T equal to 20 is the value. 50 by 10 is equal, sorry. Y by 2 is equal to 7. How many 2s are? 14. 14. 7 into 2 ചെയ്താൽ മതി. Okay, here 5 into 4. Okay. Yeah, 14. So y is equal to 14 is the solution. Then z by 36 is equal to 9. Sorry. Z by 4 is equal to 9. 36. Yeah, 36. ഇത് രണ്ടും multiply ചെയ്താൽ മതി. Okay, 4 9s are 36. 36 by 4 is 9. 36. So Z is equal to 36 is the solution. That's all. Okay, solution ഇത്ര തന്നെ. ഇതിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. Like pick out the solution from the values. Okay, we'll do that. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 5m is equal to 60. സൊല്യൂഷൻ ചോദിച്ചിട്ടില്ല. അവർ ചോദിച്ചിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ ഈ ബ്രാക്കറ്റിൽ 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ സൊല്യൂഷൻ ആണ് നിങ്ങൾ പിക്ക് ഔട്ട് ചെയ്യേണ്ടത്. എമ്മിന് പകരം ഏത് വരുമെന്ന്. പക്ഷെ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയിട്ട് വേണം ഫൈൻ ചെയ്യാം. അല്ല ഡയറക്റ്റ് ആയിട്ടും ഫൈൻ ചെയ്യാം. ഒന്നും പ്രശ്നമല്ല. 5 into 12 is 60. So m in the place is 60 അല്ലേ. So m is equal to 12 ആണ് സൊല്യൂഷൻ. അപ്പൊ ഇതിനെ നിങ്ങൾ ചെക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ യു ഹാവ് ടു ചെക്ക് ഓൾ ദ നമ്പേഴ്സ്. ലൈക്ക്
5m അല്ലേ ആദ്യത്തെ നമ്പർ വെൻ m is 10 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടും നോക്കാം വെൻ m is equal to 10 50. yeah very good 5m is equal to 5 into m that is 5 into 10 ആണ് അപ്പോൾ 50 ആണ് വരുന്നത് പക്ഷെ നമുക്ക് 60 ആണ് വേണ്ടത് അപ്പോൾ m is equal to 10 അല്ല സൊല്യൂഷൻ when m is equal to 5 what do you get 5m becomes 5 into 5 അല്ലേ so it is 25. Yes. 25 അപ്പം 25. yeah but അതല്ല സൊല്യൂഷൻ അപ്പോൾ when m is equal to 12 5m is equal to 5 into 12 so it is 60 അപ്പോൾ നമുക്ക് ഇവിടെ 60 കിട്ടി അപ്പം m is equal to 12 ആണ് സൊല്യൂഷൻ എന്നാലും നമുക്ക് അടുത്തതും കൂടെ ചെക്ക് ചെയ്യാം m is equal to 15 ഇടുവാണെങ്കിൽ എന്ത് കിട്ടും 5 into m means 5 into 15 ആണ് 75. yeah very good 75 75. അപ്പോൾ സൊല്യൂഷൻ എന്തുവാ therefore m is equal to m is equal to 12. yeah 12 is the solution m is equal to 12 is the solution ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം ലൈക്ക് n plus ടീച്ചർ 5m ന് പകരം 5x വന്നവരും അങ്ങനെയല്ലേ എഴുതിയാ പോലെ ആണടാ x ആയാലും y ആയാലും the same way okay n plus 12 is equal to 20 നമുക്ക് തന്നിട്ടുള്ള വാല്യൂ 12 8 20 and 0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് 8 that is correct 8. എക്സാക്ട്ലി പക്ഷെ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം യു വിൽ പുട്ട് ദ വാല്യൂ ആൻഡ് ചെക്ക് വെൻ n is equal to 12 ഫൈൻ ചെയ്യേണ്ടത് n plus 12 അല്ലേ n plus 12 എന്താവും n-ന്റെ പ്ലേസിൽ 12 അല്ലേ അപ്പോൾ n-ന്റെ പ്ലേസിൽ 12 ഇടുകയാണെങ്കിൽ 12 plus 12 ആണ് 24 24. yeah 24. when n is equal to 8 what is 8 plus 12 8 plus 12 yeah it is 20 yeah it is 20 so that's what is the solution is പക്ഷെ അടുത്ത രണ്ടും ഇടുമ്പോൾ നമുക്ക് എന്ത് ആൻസർ വരണം നോക്കാം ലൈക്ക് in when Next one. yeah, Next one 32. 32. yeah so it is 20 plus 12 it is 32 അടുത്തത് when n equal to 0 അല്ലേ അപ്പൊ 0 ഇട്ട് നോക്കാം 12. yeah 12. 0 plus 12 is 12 so what's the solution therefore 8. yeah 8. n is equal to 8 എന്ന് പറയണം okay n is equal to 8 is the solution of n plus 12 is equal to 20 that's all so by this we are finishing algebra but there is one more question we will do it I'll share the textbook okay you have to say if it is an equation new share oh my god Okay, 11.5 first question. State which of the following are equations. അപ്പം equations എന്ന് വെച്ചാൽ is equal to sign ഉള്ളതാണ് equations with a variable. അപ്പം variable ഉണ്ടായാണ് equation equal to sign മാത്രമല്ല it should have a variable like x or y or p or q. Okay, അപ്പം first one equal to sign ഉണ്ട് variable ഉണ്ട്. State which of the following equation or equations with a variable. Okay. So yeah അപ്പൊ ആദ്യത്തേതിൽ ഇക്വേഷൻ ഉണ്ട് വേരിയബിൾ ഉണ്ട് അപ്പൊ ദിസ് ഇസ് an equation with variable അടുത്തതിലാവുമ്പം ഈക്വൽ ടു സൈൻ അല്ല അത് ഗ്രേറ്റർ ദാൻ സൈൻ അല്ലേ അപ്പൊ അത് ഇക്വേഷൻ അല്ല എന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ സി ഇക്വേഷൻ ഉണ്ട് പക്ഷെ വേരിയബിൾ ഉണ്ടാ എക്സ് വൈ പി എന്തെങ്കിലും ഇല്ലല്ലോ
but that's not an equation with variable. അടുത്തതിലും വേരിയബിൾ ഇല്ല. ഇക്വേഷൻ ഈക്വൽ ടു സൈൻ ഉണ്ട്, വേരിയബിൾ ഇല്ല. ഇയിലാവുമ്പോൾ ഈക്വൽ ടു സൈൻ ഉണ്ട്, വേരിയബിൾ ഉണ്ട്. സോ ഇ ഈസ് an equation with variable. എഫ് നോക്കിക്കോ, ഈക്വൽ ടു സൈൻ ഉണ്ട്, വേരിയബിൾ ഉണ്ട്. സോ ഇറ്റ്സ് an equation with variable, with a variable. ജി ആവുമ്പോൾ ഇല്ല, ഈക്വൽ ടു സൈൻ തന്നെ ഇല്ല. No. ഈക്വൽ ടു സൈൻ equation with variable. വേരിയബിൾ, ഇക്വേഷൻ വിത്ത് വേരിയബിൾ. അടുത്തത് ഇല്ല. അടുത്തത് ഇക്വേഷൻ വിത്ത് വേരിയബിൾ. No variable. അടുത്തത് Variable. ഇക്വേഷൻ വിത്ത് വേരിയബിൾ. With variable. Next one, it is not. No equation. Yeah, next one, it's not an equation. Next one, it's not an equation with variable. No. No variable is there. O, last one. Oh, equation with Yeah. variable. It's an equation with variable. Okay, that's all with this. So I will send you the PDF. You write it neatly and submit in Google Classroom. Okay.